ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക്, എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. എടവണ്ണയിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള വാഹനം മോഷ്ടിച്ചു കടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം എടവണ്ണ ജമാലാങ്ങാടി പരിസരത്തു നിന്നാണ് എടവണ്ണ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള വാഹനം മോഷ്ടിച്ച് കോഴിമാലിന്യം തള്ളാൻ ഉപയോഗിച്ചത്. കഴിഞ്ഞ മാസം 31-ന് എടവണ്ണ ജമാലാങ്ങാടി പരിസരത്ത് കോഴിമാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു പ്രതിഷേധിച്ചിരുന്നു. ഈ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം വാഹനം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്നാൽ വാഹനത്തിന്റെ കേടുപാടുകൾ കാരണം ഇത് പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് മാറ്റാൻ സാധിച്ചിരുന്നില്ല. ഇതോടെ കോഴിമാലിന്യം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി ഈ വാഹനം എടവണ്ണ ടൗണിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം പ്രതികൾ കോഴിമാലിന്യം തള്ളാനായി ഈ വാഹനം മോഷ്ടിച്ചു കടത്തിയത്. എടവണ്ണ പഞ്ചായത്ത് പരിധിയിലെ തുവക്കാട് മേഖലയിലേക്കാണ് വാഹനം മാലിന്യവുമായി എത്തിയത്. ഇവിടെ നാട്ടുകാർ തടഞ്ഞതോടെയാണ് എടവണ്ണയിൽ നിന്നും മോഷ്ടിച്ച വാഹനത്തിലാണ് മാലിന്യം കടത്തിയതെന്ന് വ്യക്തമാകുന്നത്. മോഷണ കേസ് ഉൾപ്പെടെയുള്ള 2 കേസുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മുഖ്യ സൂത്രധാരായ കോഴിക്കോട് ബാലുശ്ശേരി ഉണ്ണിക്കുളം മനസ്, എടവണ്ണ സ്വദേശിയും ലുഖ്മാൻ ഹക്കീം എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള പ്രതികൾക്കെതിരെ മോഷണം പൊതുജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് അവരുടെ ആരോഗ്യത്തിന് ഹാനികരമായി ബാധിക്കുന്നതിനും ജലസ്രോതസ്സുകൾ മലിനമാകാനിടയാക്കുന്ന വിധത്തിലും കോഴി വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളിയതിനുമാണ് കേസ്. കൂടുതൽ പ്രതികൾക്ക് വേണ്ടി എടവണ്ണ SI റിഷാദ് അലി നെച്ചിക്കാടിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അന്വേഷണം തുടർന്നു വരികയാണ്.